തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിലും ഈ തരത്തിൽ ആരാകും മേയർ എന്നത് സംബന്ധിച്ച സംശയങ്ങൾ ഉണ്ടായിരുന്നു, ചർച്ചകൾ ഉണ്ടായിരുന്നു. അവിടെയാണ് ഏറ്റവും ഒടുവിൽ തൃശ്ശൂരിൻ്റെ മേയർ എന്ന നിലയിലേക്ക് നിജിയുടെ പേര് എത്തുന്നത്. അങ്ങനെ നിജി ജസ്റ്റിൻ ആണ് തൃശ്ശൂരിൽ മേയറാകാൻ പോകുന്നത്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നിജി തൃശ്ശൂരിൽ വിജയിക്കാൻ പോകുന്നു എന്നത് തന്നെയാണ്. അവിടെ ഡേറ്റകൾ കൂടി ഒന്ന് പരിശോധിക്കുമ്പോൾ 56 സീറ്റുകൾ ആണ് ഉള്ളത്. 56 സീറ്റിൽ UDF 33 സീറ്റുകളിൽ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. LDF 11ഇടത്ത്, NDA 8ഇടത്ത്. ഇങ്ങനെയാണ് നിലവിലെ കക്ഷി നില എന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി നിജി വിജയിക്കും എന്നതിൽ മാറ്റമൊന്നുമില്ല. ഡെപ്യൂട്ടി മേയറായിട്ടുള്ളത് A പ്രസാദ് ആണ്. അത് ടേം വ്യവസ്ഥയിൽ തന്നെ എന്നതാണ്. ഇപ്പോൾ ഇതാ കാണുന്നു, ഡോക്ടർ നിജി ജസ്റ്റിൻ ആണ്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണ്. കിഴക്കും പാട്ടുകര ഡിവിഷനിൽ നിന്നാണ് നിജി വിജയിച്ചത്. നേരത്തെ കൊച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒട്ടേറെ ചർച്ചകൾക്ക് ഒടുവിലാണ്. പക്ഷേ ടേം വ്യവസ്ഥകളടക്കം ഇനി ഉണ്ടാകുമോ എന്നതിൽ കൃത്യമായൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് A പ്രസാദ് ആണ് ഉള്ളത്. അവിടെയും ടേം വ്യവസ്ഥ പിന്നീട് തീരുമാനിക്കും എന്നതാണ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന് കോഴിക്കോടാണ്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയേണ്ടത് ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ആശ്വാസകരമായ ഏക കോർപ്പറേഷൻ എന്നത് തന്നെയാണ് കോഴിക്കോടിനെ കുറിച്ച് പറയേണ്ടതായി വരുന്നത്. കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്ത് നിന്ന് ഒരു മേയർ ഉണ്ടാകുന്നു. 6 കോർപ്പറേഷനുകളിൽ ഒരേ ഒരു മേയർ മാത്രമാണ് ഇടതുപക്ഷത്ത് നിന്നുണ്ടാകുന്നത്. അത് കോഴിക്കോട് നിന്നുള്ള O സദാശിവൻ ആണ്. അദ്ദേഹം CPIഎമ്മിൻ്റെ നോമിനി ആയി മത്സരത്തിന് ഒരുങ്ങുകയാണ്. അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ആയി സദാശിവൻ തെരഞ്ഞെടുക്കപ്പെടും എന്നതാണ് എടുത്തു പറയേണ്ടത്. CPIഎമ്മിൻ്റെ തന്നെ ഡോക്ടർ ജയശ്രീ ആണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഉള്ളത്. വളരെ പെട്ടെന്ന് കോഴിക്കോടിൻ്റെ അംഗസംഖ്യ ഒന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് കോഴിക്കോട് 76 സീറ്റുകൾ, 76 ഡിവിഷനുകൾ ആണ് ഉള്ളത്. അതിൽ UDFൻ്റെയും LDFൻ്റെയും കണക്കുകളടക്കം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു LDF ആണ് ഇവിടെ മുന്നിൽ നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ LDF 34. ഈ ഡേറ്റ പ്രേക്ഷകർക്ക് നൽകുന്ന ഡേറ്റയിൽ ചെറിയ തിരുത്തുണ്ട്. അവിടെ LDFനാണ് 34 സീറ്റുകൾ നേടാൻ സാധിച്ചിട്ടുള്ളത്. UDFൻ്റേത് 24 എന്നതാണ് സാങ്കേതികമായ തകരാറുണ്ടായതിൽ ക്ഷമിക്കണം. എന്തായാലും കോഴിക്കോട് വളരെ കൃത്യമായ ഒരു മേൽക്കൈ നേടാൻ കൃത്യമായി ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട് എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ആശ്വാസകരം ആകുന്ന ഒന്ന് തന്നെയാണ്. ഇപ്പോൾ MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, 6 കോർപ്പറേഷനുകൾ, ആ 6 കോർപ്പറേഷനുകളിൽ ആകെ ഇടതുപക്ഷത്തിന് ആശ്വാസമായത് കോഴിക്കോട് മാത്രമാണ്. അവിടെ ഇതാ മേയർ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി, അതായത് 75-ൽ 50 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടുകൂടി കോർപ്പറേഷൻ ഭരിച്ചിരുന്ന ഇടമാണ് LDF. പക്ഷേ ഇത്തവണ കേവല ഭൂരിപക്ഷത്തിനുള്ള 39 അക്കത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. 35 സീറ്റുകളാണ് LDFന് ലഭിച്ചിരിക്കുന്നത്. UDF 28 സീറ്റുകളും BJPക്ക് 13 സീറ്റുകളുമാണ് കോർപ്പറേഷനിലുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡാറ്റയ്ക്കപ്പുറം സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി വിജയിച്ചവരുടെയൊക്കെ, അല്ലെങ്കിൽ LDF സ്വതന്ത്രരും UDF സ്വതന്ത്രരും ഒക്കെ ജയിച്ചവരുടെ കണക്കുകൾ കൂടി എടുക്കുമ്പോഴാണ് ഇത്. അതുകൊണ്ട് തന്നെ LDF ഭരണത്തിലേക്ക് കയറുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. കോഴിക്കോട് O സദാശിവനാണ് LDFന്റെ മേയർ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വരുന്നത്. എതിർ സ്ഥാനാർത്ഥിയായി UDFന്റെ അബൂബക്കർ മീൻചന്ത ഡിവിഷനിൽ മുസാഫറിനെ മുൻ ഡെപ്യൂട്ടി മേയറെ തോൽപ്പിച്ച ആളാണ്. അദ്ദേഹമാണ് UDFന്റെ മേയർ സ്ഥാനാർത്ഥി. BJP നമ്പടി നാരായണൻ പന്നിയങ്കര ഡിവിഷനെ പ്രതിനിധീകരിക്കുന്ന കൗൺസിലർ, മുമ്പ് ഒരു വട്ടം കൗൺസിലറായിട്ടുമുണ്ട്. അദ്ദേഹത്തെയാണ് മേയർ സ്ഥാനാർത്ഥിയായി മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും 3 മുന്നണികളും സ്ഥാനാർത്ഥികളെ നിർത്തുന്നതുകൊണ്ട് തന്നെ പരസ്പരം ഒരു സഹായം ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പാണ്. അവരവരുടെ വോട്ടുകൾ 3 കക്ഷികളും പിടിച്ചാൽ LDF സ്ഥാനാർത്ഥി അനായാസേന ജയിച്ചു കയറും. എന്തായാലും ആദ്യ ഘട്ടത്തിൽ 3 സ്ഥാനാർത്ഥികൾ രംഗത്തിൽ വരും. അതിൽ ഏറ്റവും കുറഞ്ഞ വോട്ടുള്ള സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിക്കും. എന്തായാലും BJP സ്ഥാനാർത്ഥി തന്നെ പുറത്താവും. പിന്നീടാണ് LDFന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വോട്ടെടുപ്പ് നടക്കുക. അതിൽ കൂടുതൽ വോട്ട് കിട്ടുന്ന ആളാണ് മേയർ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മേയറായി ജയിക്കുക. എന്തായാലും നിലവിലെ അവസ്ഥയിൽ O സദാശിവന് മുന്നിൽ മറ്റ് അട്ടിമറികളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് കരുതാം. അഭിലാഷ്. യെസ്, അതാണ് സദാശിവൻ, അതായത് CPIഎമ്മിൻ്റെ ഒരു മേയർ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത് കോഴിക്കോട് നിന്നാണ് എന്നതാണ്. അതേസമയം കണ്ണൂരിലേക്ക് വരുമ്പോൾ, കണ്ണൂര് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും UDFന് ഒപ്പം നിന്ന കോർപ്പറേഷൻ ആയിരുന്നു. UDFന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഏക ആശ്വാസം, 2020-ലെ ഏക ആശ്വാസമായിരുന്നത് കണ്ണൂർ മാത്രമാണ്. എങ്കിൽ ഇത്തവണയും ഇതാ അങ്ങനെ ഒരു മേൽക്കൈ നേടാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്ന് P ഇന്ദിരയാണ് മേയറായി തെരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത്. ഒപ്പം കണ്ണൂരിലെ അംഗബലത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. 56 ഡിവിഷനുകൾ ഉള്ള
കോർപ്പറേഷൻ ആണ് കണ്ണൂർ. അവിടെ UDF-ന് 36 ഇടങ്ങളിൽ വിജയക്കൊടി പാറിക്കാൻ സാധിച്ചിരുന്നു. LDF-ന് 15 ഇടത്ത് മാത്രമാണ് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. NDA 4 ഇടത്ത് വിജയിക്കുകയും ചെയ്തു. കൃത്യമായൊരു മേൽക്കൈ അവിടെ UDF-നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ദിര അവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെടും എന്നതിലും തർക്കമില്ല. എന്തായാലും എല്ലാ കോർപ്പറേഷനുകളിലും മത്സരം നടക്കുന്നുണ്ട്. രാഷ്ട്രീയമായി മത്സരം എന്നത് അനിവാര്യതയാണ്. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയോ വിജയിക്കുകയോ ചെയ്യട്ടെ, പക്ഷേ തങ്ങളുടെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നുവെന്ന് എല്ലാ മുന്നണികളും നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യത്തിൽ ആണ് ഈ മേയർ തെരഞ്ഞെടുപ്പ് നിർണായകമാകുന്നത്. ഒപ്പം മുനിസിപ്പാലിറ്റികളിലേക്ക് ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകൾ ഇന്ന് നടക്കാൻ പോകുന്നു. അതിൽ ചെയർപേഴ്സൺ ആര് എന്നത് രാവിലെ 10:30 തന്നെ അറിയാം. അതേസമയം വൈസ് ചെയർപേഴ്സൺ ആര് എന്നത് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. വളരെ പെട്ടെന്ന് മറ്റു വാർത്തകളിലേക്ക് എത്താം, ഇടവേളയ്ക്ക് ശേഷം.